കോഴിക്കോട് ചെറുവണ്ണൂർ ആശുപത്രിയിൽ യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം. കോട്ടൂർ പൂനത്ത് കാലടിപ്പറമ്പിൽ പ്രഭിഷയ്ക്കാണ് പൊള്ളലേറ്റത്. മുൻ ഭർത്താവാണ് ആക്രമണം നടത്തിയതെന്നാണ് വിവരം. പ്രതി നടുവണ്ണൂർ തിരുവോട് സ്വദേശി പ്രശാന്ത് പോലീസിൽ കീഴടങ്ങിയിട്ടുണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, ആശുപത്രിയിൽ വെച്ചാണോ ഇത്തരത്തിൽ ആസിഡ് ആക്രമണം അല്ലെങ്കിൽ ആസിഡ് ദേഹത്തേക്ക് ഒഴിച്ചത്? ഈ പെൺകുട്ടിയുടെ നില ഇപ്പോൾ എങ്ങനെയാണ്? ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ടോ? മറ്റു വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? കൂട്ടാലിയുടെ സ്വദേശിയായിട്ടുള്ള പൂനത്ത് കാലടിപ്പറമ്പിൽ പ്രവിശ എന്ന് പറയുന്ന 29-കാരിക്കാണ് ആസിഡ് ആക്രമണത്തിൽ പൊള്ളലേൽക്കുന്ന സാഹചര്യമുണ്ടായിട്ടുള്ളത്. മുൻ ഭർത്താവായിട്ടുള്ള പ്രശാന്ത്, കാരിപ്പറമ്പ് പ്രശാന്ത് നടുവണ്ണൂർ തിരുവോട് സ്വദേശിയാണ്. ഇയാളാണ് ആക്രമണം നടത്തിയത്. ഈ പ്രവിശ ഇവിടെ ചെറുവണ്ണൂരിലെ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പുറംവേദനയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ അവർക്ക് ആക്രമണം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഇവർ വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. മുൻ ഭർത്താവ് പ്രശാന്തും പ്രവിശയും തമ്മിൽ വേർപിരിഞ്ഞ് താമസിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. 3 വർഷക്കാലമായി ഇവർ തമ്മിലുള്ള ബന്ധം വേർപ്പെടുത്തിയിരിക്കുകയാണ്. ആശുപത്രിയിൽ എത്തിച്ച ശേഷം നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവിശയെ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോൾ പ്രവിശ കഴിയുന്നത്. പ്രവിശയുടെ കൂടെ പ്രവിശയുടെ അമ്മ സ്മിതി അടക്കമുള്ളവരും ഉണ്ട്. കൃത്യമായി പറഞ്ഞാൽ പ്രതി രാവിലെ ആശുപത്രിയിൽ എത്തുകയും പ്രവിശയുമായി സംസാരിക്കുകയും അതിനിടെ മുഖത്ത് ആസിഡ് ഒഴിക്കുകയുമാണ് ചെയ്തത് എന്നുള്ളതാണ് ഈ ഒരു വിവരം ലഭിച്ചത്. എന്തായാലും ഇവർ തമ്മിൽ വേർപിരിഞ്ഞ് കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. യുവതിയെ ആശുപത്രി ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് ആദ്യം പേരാമ്പ്രയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ പ്രവിശയുടെ അമ്മ സ്മിതയുണ്ട്. തരാനുമില്ല, അതുകൊണ്ട് വീടൊക്കെ അവനിങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വീട്ടിൽ വന്ന് എന്നും പ്രശ്നമാണ്. ഞങ്ങളെ വീട്ടിൽ തന്നെ ജനലെല്ലാം അടിച്ച് തകർത്തിട്ട് എന്നും പ്രശ്നം തന്നെയാണ്. അങ്ങനെയാണ് ഓള് ബന്ധം വേണ്ടാന്ന് വെച്ചത്. 13 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, ഇപ്പം 2.5 വർഷമായി ഒഴിഞ്ഞിട്ട് ബന്ധം ഒഴിവായതാ. രേഖാമൂലം ഓള് അവൻ്റെ കുന്നത്തു നിന്ന് തന്നെ ഞങ്ങളെ വീട്ടിലേക്ക് വന്നിക്കില്ല. വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നതിന് വീട്ടിൽ വരാണ്ട് കോഴിക്കോട് സുരക്ഷയിലാണ്. 6 മാസം വരെ സുരക്ഷയിൽ നിന്ന് പോലാണ് എല്ലാ നിയമങ്ങളും. കോഴിക്കോട് നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സ് കഴിഞ്ഞിവിടെ ശ്രീകാന്ത് ഹോസ്പിറ്റലാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്തു. 4 മാസം. അപ്പോൾ ഡിസ്കിന് കംപ്ലൈന്റ് ആയിട്ട് ഒരാടുന്ന് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ 2ാമത്തെ കുറച്ച് സുഖമായി എന്നൊക്കെ പറഞ്ഞാൽ ചികിത്സ സുഖമായി. 4 മാസമായി. ഇപ്പോൾ 2ാമത്തേലും അവിടുന്ന് നൈറ്റിൽ ഡിസ്കിന് 2ാമത്തെ കംപ്ലൈന്റ് ആയിട്ട് കഴിഞ്ഞ് അപ്പോൾ ഓരും പറഞ്ഞ ആയുർവേദം കാണിച്ചാൽ വേഗം മാറാം. അങ്ങനെയാണ് ഇവിടെ വന്ന് അഡ്മിറ്റായി ഇന്ന് രാവിലെ ഈ പ്രതി പ്രവിശയെ കാണാൻ വന്ന സമയത്താണ് ആക്രമണം നടത്തിയത്. ഒളിവില് വന്ന് അകത്തെങ്ങനെയോ കടന്ന് എന്തോ 2 വാക്കോളോട് പറഞ്ഞിരിക്കും. അപ്പോൾ ഓള് പെട്ടെന്ന് ഓള് ഇവരങ്ങനെ എത്തി എന്നുള്ള വെച്ചിട്ട് അപ്പോഴേക്ക് മുഖത്തേക്ക് മുഖത്ത് ഫുള്ള് ആ പുറത്തേക്ക് തിരിഞ്ഞുകൊണ്ടാണ് പുറമല്ല. ബന്ധത്തിലുള്ള അന്നും അടിയും പ്രശ്നമില്ല. അന്നും അടിയും പ്രശ്നമില്ല. ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് 16 വയസ്സായാലും അന്ന് കുറച്ച് കേസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾ വന്ന് പിന്നെ 2ാമത്തേൽ വെച്ച് ജീവിതം വെച്ചാൽ പിന്നെ അന്ന് പോയാന്ന് തൊട്ടിട്ട് 13 പോലെ അടിയും പിടിയൊക്കെ ഉണ്ടെങ്കിലും കുറച്ചങ്ങ് നിൽക്കും, പിന്നെ അങ്ങ് അങ്ങനെ നിന്ന് ഇപ്പൊ 2.5 വർഷം തിരെ കേസുകൾ ഇഷ്ടം പോലെ വായിച്ചൊരു പേഷ്യന്റ് ഓരോരോ പ്രാവശ്യം അങ്ങ് വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഞാൻ പോയി കേസ് കൊടുത്തു. കേസ് കൊടുത്തത് ഞാൻ പോലീസ് വന്ന് പിടിക്കും, അവനെ കൊണ്ടുപോകും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മോനും പോരും. എന്തെങ്കിലും ഇപ്പൊ ജീവിക്കാണെങ്കിൽ ഒരു നേര് ഉണ്ട്, അത് ഇതുവരെ കിട്ടിയില്ല. ഇപ്പൊ ഈ പ്രവിശയുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ എനിക്കിപ്പോ മുഖത്തൊക്കെ പൊള്ളലേറ്റിട്ടുണ്ട്. മുഖത്തൊരു ഭാഗം അങ്ങനെ കണ്ണിന്റെ അടുത്ത് പൊള്ളലുണ്ട്. അതിപ്പോ ഇനിയിപ്പോ ടെസ്റ്റൊക്കെ കഴിഞ്ഞിരിക്കും. ഇനിയിപ്പോ ടെസ്റ്റൊക്കെ ഡോക്ടർ നോക്കിയെങ്കിലാണ് ഇപ്പൊ എന്താ. ഇന്ന് രാവിലെ എത്ര മണിയോടുകൂടിയാണ് ആക്രമണം നടന്നത്? 7:45. ഈ ആശുപത്രിയുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുക. ഇനിയിപ്പോ ആദ്യം പേരാമ്പ്ര ആശുപത്രിയിൽ എത്തിച്ചു. ആദ്യം പേരാമ്പ്ര, പിന്നെ ഇവിടെ കൊണ്ടുവന്നു. ഡോക്ടർമാരെന്താ? ഡോക്ടർമാർ ഇപ്പം റിസൾട്ടൊക്കെ നോക്കിയിട്ട് ICUലേക്ക് ആക്കാം. വളരെ ഗുരുതരമായ പൊള്ളലാണ്.
ആസിഡ് ഒഴിച്ചത് മുഖത്ത് പൂർണ്ണമായും പൊള്ളലേറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രവീഷയുടെ അമ്മ സ്മിത പറയുന്നത്. നേരത്തെയും തുടങ്ങിയിട്ട് അതിൽ തന്നെ ഇടയ്ക്കിടെ ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ നിരന്തരം ഇവർക്കെതിരെ ഈ ഭർത്താവിനെതിരെ ഗാർഹിക പീഡനത്തിന് ഉൾപ്പെടെയുള്ള പരാതി നൽകിയിരുന്നു, കേസുകൾ നൽകിയിരുന്നു എന്ന് അമ്മ പറയുന്നു. കഴിഞ്ഞ 2.5 വർഷത്തോളമായി ഇവർ വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. അതിനിടെ ആരും കാണാതെയാണ് ഇന്ന് രാവിലെ 7:30 ഈ ആശുപത്രിയിൽ പ്രവിഷ പുറംവേദനയ്ക്ക് ചികിത്സ തേടിയിരുന്ന ചെറുവണ്ണൂരിലെ ആയുർവേദ ആശുപത്രിയിൽ എത്തുകയും അവിടെ വെച്ച് ആസിഡ് ഒഴിച്ച് ആക്രമണം നടത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ശരി റിയാസ്, കോഴിക്കോട് യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം നടന്നിരിക്കുകയാണ്. ചെറുവണ്ണൂർ ആശുപത്രിയിൽ വെച്ചാണ് മുൻ ഭർത്താവ് പ്രബീഷ എന്ന യുവതിക്ക് നേരെ ആസിഡ് മുഖത്തേക്ക് ഒഴിച്ചത്. മുഖത്തിന് സാരമായി പൊള്ളലേറ്റ യുവതി ചികിത്സയിലാണ്. അതേസമയം ആക്രമണത്തിന് ശേഷം പ്രതി സ്വമേധയാ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയിട്ടുമുണ്ട്. ഇത് ഇയാളുടെ അക്രമം മുൻപും പതിവാണ് എന്നാണ് ഈ ആക്രമണത്തിനിരയായ യുവതിയുടെ പ്രബീഷയുടെ അമ്മ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും റിയാസ് KMR ആണ്.